ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 33-ാം വാക്യം മുതൽ 36-ാം വാക്യം മുതൽ. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം മുതൽ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, കർത്താവേ സ്തുതി. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകൾ, അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. നമ്മൾ പറയുന്നത് എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കുന്ന കാര്യങ്ങൾ ആയിരിക്കട്ടെ. അപ്പം അതിന് ഏറ്റവും നല്ലത് ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് 2 വട്ടി ചിന്തിക്കുന്നതാണ് നല്ലത്. നമ്മളീ പറയാൻ പോകുന്ന വാക്ക്, അല്ലെങ്കിൽ നമ്മളീ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന കമൻറ്റ്, അല്ലെങ്കിൽ നമ്മളീ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന പോസ്റ്റ്, ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടാകുമോ എന്ന് ആദ്യം ചിന്തിക്കണം. പിന്നെ അത് സത്യമാണോ എന്ന് പിന്നീട് ചിന്തിക്കണം. ഇതാർക്കും ഉപകാരപ്രദമല്ലാത്തൊരു പോസ്റ്റാണെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ വാക്കുകൊണ്ട് ആർക്കും ഒരു ഗുണം കിട്ടാത്ത കാര്യങ്ങളാണെങ്കിൽ അവ സംസാരിക്കാതിരിക്കുകയാണ് ഉചിതം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അപ്പോൾ കേൾവിക്കാർക്ക് ഉപകാരം കിട്ടണം, നല്ല കാര്യങ്ങളായിരിക്കണം. അത് സന്ദർഭമനുസരിച്ച് വേണം നമ്മൾ പറയാൻ. ഇപ്പോൾ ഒരു തിന്മയിൽ മുഴുകിയിരിക്കുന്ന ഒരു പറ്റം ആളുകളുടെ അടുത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒറ്റയ്ക്ക് വിളിച്ചു വേണമെങ്കിൽ പറയാം, പക്ഷെ ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇളിഭരാവുക മാത്രമേ ചെയ്യുള്ളൂ. അതുപോലെ കള്ളു കുടിച്ച് ഉന്മത്തരായിരിക്കുന്നവരുടെ മുമ്പിൽ ദൈവവചനം വിളമ്പരുത്. അവർക്ക് അതൊന്നും മനസ്സിലാവുകയില്ല. അതുകൊണ്ട് സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. പലപ്പോഴും ചില ഇടങ്ങളിൽ ഒന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന നാക്കുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയരുത്. അപ്രകാരം ചെയ്യുക വഴി
പരിശുദ്ധാത്മാവിന് അത് വേദനിപ്പിക്കും. അപ്പോൾ നമ്മൾക്ക് അപ്പോൾ വീണ്ടും കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നമ്മുടെ അകത്തേക്ക് പോകുന്ന ഒന്നും നമ്മളെ അശുദ്ധരാക്കുന്നില്ല. നമ്മിൽ നിന്ന് പുറപ്പെടുന്നവയാണ് നമ്മളെ അശുദ്ധരാക്കുന്നത്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും അത് സൂക്ഷിച്ചു വേണം നമ്മൾ സംസാരിക്കാൻ. ഒരിക്കലും ഒരു വായിൽ നിന്ന് വിട്ടുപോയൊരു വാക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാത്തതോ മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഉതകാത്തതോ ആയ ഒന്നും നമ്മുടെ വായിൽ നിന്നും വീഴാതിരിക്കാൻ നമുക്ക് സദാ ജാഗരൂകരായിരിക്കാം. ഇപ്പോൾ പേഴ്സണലായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ എപ്പോഴും ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യുമ്പോൾ ദിവസത്തിൻ്റെ അവസാനം തന്നെത്താനിരുന്ന് ഒന്ന് ആ ദിവസത്തെ വിശകലനം ചെയ്യുമ്പോൾ പലപ്പോഴും എന്നെ ഏറ്റവും അലോസരപ്പെടുത്തുന്ന കാര്യം, എന്തിനാണ് അങ്ങനെ ഒരു സംസാരിച്ചത്, എന്തിനാണ് അവിടെ പോയത്, അവിടെ പോകാതിരിക്കാമായിരുന്നില്ലേ എന്നൊക്കെ എന്നോട് തന്നെ ഞാൻ ചോദിക്കാറുണ്ട്. പലപ്പോഴും പഴയ സുഹൃത്ത് ബന്ധം വെച്ചുകൊണ്ടൊക്കെ ചിലയിടങ്ങളിൽ നമ്മൾ പോകും. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളാകെ അസ്വസ്ഥരായിരിക്കും, അവരും അസ്വസ്ഥരായിരിക്കും. കാരണം പൈശാചിക ഇടപെടലുകളുള്ള സ്ഥലങ്ങളിൽ പരിശുദ്ധാരൂപി നിറഞ്ഞ ഒരുത്തൻ ചെല്ലുമ്പോൾ രണ്ടു പേർക്കും അസ്വസ്ഥത ഫീൽ ചെയ്യും. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് സ്കൂട്ടാവുന്നതാണ് നല്ലത്. നമ്മളവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സദ്വചനങ്ങളോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതവരെ കൂടുതൽ അസ്വസ്ഥരാക്കും. നമ്മൾ ബൈബിളിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അശുദ്ധാത്മാക്കൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഇടങ്ങളിൽ ചെല്ലുമ്പോൾ പരമാവധി അവിടെ പോകാതിരിക്കുക, അതിനുള്ളൊരു വാണിംഗാണ് നമുക്ക് തരുന്നത്. അവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളും പലപ്പോഴും നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ ദൈവനിന്ദയായിരിക്കും അവിടെ സംസാരിക്കുക. അതിൻ്റെ ഒരു വാണിംഗാണ് നമുക്ക് തോന്നുന്ന അസ്വസ്ഥത. അപ്പം അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒഴിവാക്കുക, ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം പോവുക, ആവശ്യമെങ്കിൽ മാത്രം സംസാരിക്കുക, വാക്കുകൾ അധികം ഉപയോഗിക്കാതെ നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ അനുഗമിക്കട്ടെ. ഇതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മുതൽ നെഗറ്റീവായിട്ടുള്ള ഒന്നും നമ്മൾ ഫോർവേഡ് ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ മറ്റുള്ളവരോട് പറയുകയോ ഒന്നും ചെയ്യുകയില്ലെന്ന് നമുക്ക് ഈ അവസരത്തിൽ ഒരു പ്രതിജ്ഞയെടുക്കാം. അതിനായി സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അനുഗ്രഹമാകുന്ന, എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വാക്കുകൾ മാത്രം നമ്മിൽ നിന്ന് ഉദ്ഭവിക്കട്ടെ. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.